എൻ്റെ പേര് ഓമന സതീഷ്. ഞാൻ കോട്ടയം ജില്ലയിൽ കണ്ണിമല എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ 2/4/2023 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു കോപ്പറേറ്റീവ് ബാങ്കിലാണ്. ഞങ്ങളുടെ കണ്ണിമല സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. എല്ലാ ബാങ്കിലെയും പോലെ തന്നെ ഞങ്ങളുടെ ബാങ്ക് വലിയൊരു ക്രൈസിസിൽ ഏർപ്പെട്ടു. ഞങ്ങളുടെ ആൾക്കാരെല്ലാം ഭയങ്കര ബഹളം വെച്ചും ഒക്കെ ഭയങ്കര പ്രതിസന്ധിയായിട്ട് ആൾക്കാർ പൈസ പിൻവലിക്കാനായിട്ട് വരികയും ഞങ്ങളെക്കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിന്നും ബാങ്കിൽ പോകുന്നു. പക്ഷേ അതിലെല്ലാം നമ്മളെക്കൊണ്ട് പറ്റത്തില്ല അതെങ്ങനെയാണെന്ന് മാനേജ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ബാങ്കിൽ വന്ന ഒരു ഡിപ്പോസിറ്ററാണ്, ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഓമൻ ഈ പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക. കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ മാത്രമേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിനു മുന്നേ എനിക്കറിയാം, കൃപാസനത്തിലെ പത്രം കിട്ടിയിട്ടുണ്ട്, അത് വായിച്ചിട്ടുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ടില്ല, ഇതെങ്ങനെ വരണ്ടേന്ന് പോലും അറിയത്തില്ല. പിറ്റേ ദിവസം തന്നെ അവധിയായിരുന്നു. ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് ഒത്തിരി മാതാവിൻ്റെ കാശ് രൂപമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഒത്തിരി ധൈര്യമായിരുന്നു എനിക്ക്. ആൾക്കാരെല്ലാം പൈസ എടുക്കാനായിട്ട് വരുമ്പോഴും ഒക്കെ ഞാൻ ഈ കാശ് രൂപത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മ മാതാവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പല അവസരങ്ങളിലും അമ്മ മാതാവ് നേരിട്ട് വന്നെന്ന് പറഞ്ഞതുപോലെ ആൾക്കാർ ഒത്തിരി വിഷമിച്ചും, പ്രായമുള്ളവരൊക്കെയാണ്, ഒത്തിരി വിഷമിച്ചും പൈസ എടുക്കാനൊക്കെ വരുന്നു. അപ്പം നമ്മൾ ഓരോ ദിവസം പറഞ്ഞ് മാറ്റി വിടും, അത് കയ്യിലുള്ളതുപോലെ കുറച്ചൊക്കെ കൊടുക്കും. അപ്പോഴൊക്കെ അവർ കുറച്ചൊന്ന് ഉടമ്പടിയിലൊരു 1-2 മാസമായപ്പോൾ തന്നെ അത് മാറ്റം സംഭവിച്ചു തുടങ്ങി. ആൾക്കാരുടെയൊക്കെ മനസ്സിനെ മാതാവ് ഭയങ്കരമായിട്ട് ക്രമീകരിച്ചു. അവരുടെ ആവശ്യങ്ങളും നടത്തുന്നുണ്ട്. കുറച്ചൊക്കെ ആയിട്ട് നമുക്ക് പൈസ കൊടുക്കാൻ, ലോൺ അടയ്ക്കുന്നവരാണേലും അത് അടയ്ക്കാൻ, നേരത്തെയൊക്കെ നമ്മൾ ലോൺ അടയ്ക്കാൻ വിളിക്കുമ്പോൾ ഒന്നും ആരും റെസ്പോണ്ട് ചെയ്യുന്നത് ഭയങ്കര മോശമായിട്ടാണ്. നമ്മളോട് ബാങ്ക് പൊട്ടിയില്ല, പിന്നെന്തിനാ ഞാൻ പൈസ അടയ്ക്കുന്നത്, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഓരോന്നൊക്കെ പറയും. സാധാരണ മനുഷ്യരാണ്. അതേയോടൊപ്പം കല്യാണക്കാർ, ഹോസ്പിറ്റൽക്കാർ, അവർക്കൊന്നും നമുക്ക് കൊടുക്കാൻ പൈസയ്ക്ക് നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടുന്ന അവസരത്തിലൊക്കെ പലരും ലോൺ അടയ്ക്കാൻ മുന്നോട്ട് വരും. അതൊക്കെ ഒരു പ്രാർത്ഥനയുടെ, അമ്മയുടെ ഒരു അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ്. ഒരിക്കലും കിട്ടുകയില്ലെന്ന് പറയുന്ന ലോൺ പോലും ചില അവസരങ്ങളിൽ നമുക്ക് പൈസ വന്ന് നമുക്ക് അവിടെ ബാങ്ക് ഇപ്പോൾ ആൾക്കാരുടെ എല്ലാം മനസ്സിനെ ക്രമീകരിച്ചും ആൾക്കാരുടെ ആവശ്യങ്ങൾ കുറേ സാധിച്ചു കൊടുത്തും വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ സമാധാനപരമായിട്ട് ബാങ്ക് മുന്നോട്ട് പോകുന്നു. അതിന് അമ്മ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്ന. ഇവിടെ ഉടമ്പടി എടുത്ത് ആ ഒറ്റ ബലത്തിലാണ് ആ ബാങ്ക് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ എനിക്ക് രണ്ടാമത് പറയാനായിട്ടുള്ളത് എൻ്റെ മോളാണ്. ഇവളിവിടെ BDS പഠിക്കുന്നു. അവൾക്ക് അഡ്മിഷൻ കിട്ടിയതും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതെല്ലാം സംഭവിച്ചത്. അത് മോള് തന്നെ പറയും. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പേര് ശ്രുതി. ഞാൻ ആലപ്പുഴ ഡെന്റൽ കോളേജിൽ സെക്കൻഡ് ഇയർ BDS വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ എനിക്ക് നീറ്റ് എഴുതിയ സമയം മുതൽ തന്നെ ഭയങ്കര ടെൻഷനാണ്. എപ്പോഴും അവസാന എക്സാം ആകുമ്പോൾ എനിക്ക് എപ്പോഴും മാർക്ക് കുറവായിരിക്കും. സ്കൂളിൽ പഠിച്ചപ്പോഴും നീറ്റിനാണെങ്കിലും ഫസ്റ്റ് ഇയർ റിപ്പീറ്റ് ചെയ്തപ്പോഴും ഒക്കെ എനിക്ക് അവസാന പരീക്ഷ ആകുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. നീറ്റ് എഴുതി, ഞാൻ MBBS ആഗ്രഹിച്ചു തന്നെയാണ് നീറ്റ് എഴുതിയത്. പക്ഷെ എനിക്ക് BDS ആണ് കിട്ടിയത്. അമ്മ എന്നോട് പറഞ്ഞു, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് നിനക്ക് BDS കിട്ടിയത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ എനിക്ക് MBBS ആണല്ലോ ഞാൻ ആഗ്രഹിച്ചത്, പക്ഷെ എനിക്ക് BDS അല്ലേ കിട്ടിയെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാൻ BDS പോയി ചേർന്നു. ഞാൻ പ്രാർത്ഥിക്കും, അമ്മയുടെ കൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, സായന പ്രാർത്ഥന ചൊല്ലും, എല്ലാം ചൊല്ലും. ഞാൻ പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഞങ്ങൾക്ക് ഫസ്റ്റ് സെഷനിൽ എക്സാം വന്ന സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് അമ്മയുടെ കൂടെ തിരി കത്തിച്ച് കിടന്ന ആ ഒരു മണം പെട്ടെന്ന് വരിക. എൻ്റെ ദേഹത്ത് ഭയങ്കര ഒരു മരപ്പ് കയറുന്ന പോലെ തോന്നി. ഒരു മിനിറ്റോളം ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഞാൻ എന്നിട്ട് അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞു. അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അതിനകത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്നല്ലാതെ ഞാൻ ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എനിക്ക് പേടിയായിരുന്നു ഉടമ്പടി എടുക്കാൻ. എന്നിട്ട് അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അമ്മ എന്നോട് പറഞ്ഞു, ഇതൊരു പ്രിക്കോഷനാണ്, നിനക്ക് ഭാവിയിൽ വരുന്ന സന്തോഷവും സങ്കടവും എല്ലാം നേരിടാനുള്ള ഒരു പ്രിക്കോഷനാണ് ഉടമ്പടി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി ഞാൻ ചെയ്തു വന്നു. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമായി, ഫൈനൽ എക്സാമായി. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ എനിക്ക് ടെൻഷനായി, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ സമയത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും നീ പഠിക്കാൻ ട്രൈ ചെയ്യുമെന്ന് പറയുന്ന എൻ്റെ പേരൻസ് എന്നോട് പറഞ്ഞു, നീ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പുസ്തകം അടച്ചു വെച്ച് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ പരീക്ഷയുടെ സമയത്ത് 1 മാസത്തോളം ഞങ്ങൾക്ക് അവധി ഉണ്ടായിട്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ പുസ്തകം എടുത്ത് വെക്കും, എന്തൊക്കെയോ വായിക്കും, പക്ഷേ എനിക്ക് തലയിലൊന്നും കയറുന്നില്ല. ഞാൻ അപ്പത്തേനും അമ്മ പറഞ്ഞ പോലെ ഞാൻ പ്രാർത്ഥിക്കും, കൊന്തയൊല്ലും. ഇവിടെയൊക്കെ ഞാൻ കുറെ സാക്ഷ്യം കേട്ടപ്പോഴത്തേനും പിള്ളേർ പറഞ്ഞിട്ടുണ്ട്, ഒരു ചേച്ചി പറയുന്ന കേട്ടു, ഞാൻ കർത്താവിന് കസാര ഇട്ട് കൊടുത്തു എന്നെ വന്ന് പഠിപ്പിക്കാൻ പറഞ്ഞിട്ട്.
ഞാൻ കസാരയിട്ട് കൊടുത്തില്ലെന്നുള്ളേ ഉള്ളൂ. ഞാൻ ഈശോയോടും അമ്മയോടും ഒക്കെ എപ്പോഴും പറയാം, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഒരു വർഷം ഫുള്ള് ഞാനിങ്ങനെ എന്തൊക്കെയോ പഠിച്ചു, പക്ഷെ ഈ സമയത്ത് എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഒരു ദിവസം ബൈബിൾ എടുത്തപ്പോഴത്തേനും നീ വിതയ്ക്കാത്ത വിത്ത് നിനക്ക് ഞാൻ കൊയ്യാൻ തന്നു എന്നൊരു വചനം എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം മറ്റേ ആ ചേച്ചി ഇതുപോലെ തന്നെ ഒരു വചനം കിട്ടിയെന്ന് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈശോ എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷെ എന്നിട്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പരീക്ഷയുടെ സമയപ്പത്തിന് ഞാൻ പറഞ്ഞു, മാതാവേ 2 വാല്യുവേഷൻ ഉണ്ട്, ഒരു പ്രാവശ്യം അമ്മയെ നോക്കിക്കോണം, ഒരു പ്രാവശ്യം ഈശോയെ നോക്കിക്കോണം, എന്റെ പരീക്ഷ എഴുതി തന്നണം, എനിക്കറിയത്തില്ല, ഇത് പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ ഞാൻ 6 മാസം ബാക്കാവും, എന്നിട്ട് എനിക്ക് പിന്നെ കയറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പരീക്ഷ എഴുതി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു അടയാളം തരണം, എൻ്റെ ഇൻവിജിലേറ്റർ നീല കളറിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് വിശ്വാസത്തിൽ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ പെട്ടെന്ന് അമ്മയോട് പറഞ്ഞു, ഇൻവിജിലേറ്റർ ഇപ്പം നീല കളർ ഇട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മ മാതാ അവിടെ ഉണ്ടായിരിക്കണേന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് എക്സാമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് അത്രയും നാൾ 6 മാസം ബാക്കാവും എന്നുള്ള ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, ഇൻ കേസ് ഇനി 6 മാസം ബാക്കായാലും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ നന്നായിട്ട് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ച് സമാധാനിച്ചിരുന്നു. റിസൾട്ട് വന്നു, ഞാൻ എല്ലാ വിഷയത്തിനും പാസ്സായി. ആദ്യം എനിക്ക് എല്ലാ വിഷയത്തിനും പാസ്സായെന്നുള്ള കാര്യം മാത്രമേ അറിയുള്ളൂ. പിറ്റേ ദിവസം കോളേജ് ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്, കോളേജിൽ 2nd ഹയസ്റ്റ് മാർക്ക് എനിക്കുണ്ട്. എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം പരീക്ഷയുടെ തലേദിവസം പോലും അനാട്ടമിയൊക്കെ കുറെ ഉണ്ട് പഠിക്കാൻ. അതിനകത്ത് തന്നെ ഒരു 5 സബ്ബായിട്ട് കുറെ സബ്ജക്ട് വരുന്നുണ്ട്. അതൊക്കെ വൈകിട്ട് 7 മണി വരെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. 7 മണി ആയപ്പോഴാണ് ഞാൻ എന്തൊക്കെയോ കാണിച്ചേ. എനിക്ക് അറിയത്തില്ല എങ്ങനെയാന്ന്. അപ്പൊ എനിക്ക് ആകെ ഒരു ഉത്തരവേ ഉള്ളൂ, ഇത് അമ്മ മാതാവ് തന്നതാ എനിക്ക്. ഞാൻ ഒരിക്കലും ക്ലാസ്സിൽ 1st or 2nd ഒന്നും ആയിട്ടില്ല, എപ്പോഴും ഒരു ആവറേജ് നിൽക്കുന്ന കുട്ടിയാണ്. അപ്പം ഉടമ്പടി എടുത്തുകൊണ്ടും അമ്മ മാതാവിനുള്ള ഒരു പ്രാർത്ഥനയും, എനിക്ക് അച്ഛൻ പറയുന്നത് പോലെ അമ്മ മാതാവ് തന്ന, ആദ്യം നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തരുന്നൊരു ഡിപ്പോസിറ്റ് പോലെയാണ് എനിക്ക് ഈ വിജയം. എനിക്ക് ഇനി ഉടമ്പടിയിൽ ഒത്തിരി വളരാനുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആകെ 2 പ്രാവശ്യമാണ് പുതുക്കിയത്. ഇപ്പൊ തന്നെ സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. അപ്പൊ ഇത്രയും പെട്ടെന്ന് സാക്ഷ്യം പറയാൻ അമ്മ അനുഗ്രഹിച്ചതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഉടമ്പടിയിൽ ജീവിച്ച് മുമ്പോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബാങ്കിലെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഒത്തിരി അനുഭവങ്ങൾ അമ്മ മാതാവ് അവിടെ മുന്നേ വന്ന് നിന്ന് എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ കോപ്പറേറ്റീവ് ബാങ്കിലെ ഡിപ്പോസിറ്റേഴ്സ് എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ ആണ് കൂടുതലും. ചെറുപ്പക്കാരും കോപ്പറേറ്റീവ് ബാങ്കിനെ ആശ്രയിക്കാറില്ല. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു 85 വയസ്സുണ്ട് ഒരച്ഛൻ, മകളുടെ മകൾക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് വെല്ലിച്ചൻ്റെ വീതമായിട്ട് ഒരു 40,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ നമ്മളോട് വന്ന് പറഞ്ഞതാണ് വേണമെന്ന്. അപ്പം നമ്മൾ ഓരോ ദിവസം എന്നാൽ ലാസ്റ്റ് ഡേറ്റ് ചോദിച്ചിട്ട് അന്ന് തരാമെന്ന് പറഞ്ഞ് നമ്മൾ വിടുകയാണ്. അപ്പം പൈസ എങ്ങനെയും അറേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ ആൾക്കാർ ഇങ്ങോട്ട് അടയ്ക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങളുടെ ബാങ്ക് എന്ന് പറയുന്നത് 2ാം നിലയാണ്. അന്ന് പറഞ്ഞ ഡേറ്റിൽ അന്നൊരു 3 മണി സമയത്തേക്ക് വരാനെന്നാണ് നമ്മൾ പറയുന്നത്. അത്രയും സമയം കൊണ്ട് പൈസ അറേഞ്ച് ചെയ്യാന്നുള്ള കണക്കൂട്ടലിൽ. അപ്പം 3 മണി ആയപ്പോഴത്തേക്കിന് കറക്റ്റ് പ്രായമുള്ള മനുഷ്യരാണ്. അവർ കറക്റ്റ് 3 മണിക്ക് തന്നെ വന്നു. താഴേന്ന് ഞങ്ങൾക്ക് ക്യാമറയിൽ നോക്കിയാൽ കാണാം 3 മണിക്ക് വരുന്നത്. പതിയെ കയറി വന്നു. അപ്പം ഞങ്ങൾ കാശ് രൂപത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ കൂടെയുള്ള സ്റ്റാഫൊക്കെ ചോദിച്ചു, എന്ത് ചെയ്യും സാറേ? ഞാൻ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് നമ്മുടെ കൂടുണ്ട്, ആ മാതാവ് നമ്മളെ രക്ഷിക്കും, വേറെ ആരുമില്ല രക്ഷിക്കാൻ, ഉറച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ആ നിമിഷവും കയറി വരാൻ സ്റ്റെപ്പ് ആ പ്രായമുള്ള ആൾക്ക് ഒരു 5 മിനിറ്റ് വേണമായിരിക്കും. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ 5 മിനിറ്റിൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേന് താഴെ ഒരു ബൈക്ക് വന്ന് നിർത്തി. പെട്ടെന്ന് ഒരു പയ്യൻ, ഒരു 40-45 വയസ്സുണ്ട്, പയ്യൻ ഓടി കയറി വന്നു. അപ്പോൾ ഈ ആള് പതിയെയാണ് കയറി വരുന്നത്. ഓടി വന്ന് ഇങ്ങോട്ട് പറഞ്ഞു, സാറേ ഒരു 4 ചിട്ടി അടച്ചേരെ, അത് 5 ലക്ഷത്തിൻ്റെ 10 തവണ വെച്ച് 4 ചിട്ടി പൈസ എന്ന് പറയുന്നത് 40,000 രൂപയാണ്. ആ 40,000 രൂപ അടച്ചു. അന്നേരത്തേന് ഈ ആള് പതിയെ വന്ന് കസാരയിൽ ഇരുന്ന് ബുക്കൊക്കെ എടുക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ പെട്ടെന്ന്, എന്ത് സ്പീഡിലാണെന്ന് അറിയത്തില്ല, പെട്ടെന്ന് ആ പൈസ അടിച്ച് മേടിച്ചു. ആ അച്ഛൻ വന്നപ്പോഴത്തേനും ബുക്ക് തന്നു. 40,000 രൂപ നമ്മൾ കൊടുക്കുകയും ചെയ്തു. അത് സമയച്ചുരുക്കത്തിൻ്റെ മാതാവിനെ മുന്നിൽ കണ്ട നിമിഷമായിരുന്നു അത്. അതുപോലെ തന്നെ വേറൊരു ഒത്തിരി അനുഭവങ്ങളുണ്ട്, എന്നാലും എല്ലാം പറയാൻ പറ്റത്തില്ല, സമയക്കുറവുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ആയ സമയത്ത് തന്നെ ഒരു ചേച്ചി അവിടെ കുറച്ച് പൈസ ഡിപ്പോസിറ്റ് ചെയ്തായിരുന്നു. അവരുടെ ഗൾഫിൽ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അവർ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ലല്ലോ, ഞങ്ങൾ ചോദിക്കുമ്പോൾ തന്നാൽ മതി, ഞങ്ങൾക്ക് ബാങ്കിന് വിശ്വാസമാണെന്നും പറഞ്ഞ് ഇട്ടതാണ്. ആ പൈസ അവർ ആവശ്യപ്പെട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ കൊടുക്കാനായിട്ടില്ല. ആ ചേച്ചി വന്ന് ഒരു ദിവസം മുഴുവൻ ബാങ്കിലിരുന്നു. നാളെ രാവിലെ എനിക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്, എൻ്റെ മോനെ പിടിച്ച് ജയിലിലിടും ഗൾഫിൽ, ഞാൻ പിന്നെ ജീവനോട് ഇരിക്കത്തില്ല. അവർ പനിയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിളിക്കാവുന്നിടത്തെല്ലാം വിളിച്ചു. ലോൺകാരോടൊക്കെ ഇന്ന് വരാം നാളെ വരാമെന്ന് അവർ പറയുന്നുണ്ട്. എങ്കിലും ഇതൊരു സാമാന്യം വലിയ തുകയാണ്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാനിട്ടില്ല. ഞങ്ങൾ 6 മണി 6:30 ഓരോരുത്തരുടെ വീടുകളിൽ പോയിട്ടും അവരുടെ കയ്യിലെങ്ങും പൈസയില്ല. ഞങ്ങൾ ഈ അവസ്ഥയൊക്കെ പറയുന്നുണ്ട്, എന്നിട്ട് പൈസയില്ല. അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞു, സമാധാനത്തിൽ പോയി എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി തരും. ആ മാതാവിൻ്റെ ഒറ്റ
ഒറ്റ വിശ്വാസത്തിൽ മാതാവിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് പറയുകയാണ് നാളെ നടക്കും. ആ ഒരു ഉറപ്പാണ് നമുക്ക്, അത് ഉടമ്പടി എടുത്തവർക്ക് മാത്രം ഉണ്ടാവുന്ന ഒരു ഉറപ്പാണ്. അപ്പം ഞങ്ങൾ വിട്ടു. എന്നിട്ട് രാവിലെ നോക്കിയപ്പോഴും പൈസ ഇല്ല. ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേന് 11 മണി സമയമൊക്കെ ആയപ്പോഴത്തേന് ഒരാൾ വിളിച്ച് പറയാണ്, സാറേ ഞാൻ ലോൺ അടയ്ക്കാൻ വരുവാണ്. അന്ന് രാവിലെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇവർക്ക് ഈ പൈസ കൊടുക്കാൻ പറ്റിയാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം. ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടാണ് പോയത്, മാതാവ് കൂടെ വരണം, വന്നേ പറ്റത്തുള്ളൂ. അവർ 11 മണിക്ക് ഒരാൾ വിളിച്ച് പറഞ്ഞു ഞാൻ ലോൺ ക്ലോസ് ചെയ്യാൻ വരുവാണെന്ന്. ഉടനെ തന്നെ നമ്മൾ അവരെ വിളിച്ചു. അവർ 11 മണിക്കെന്ന് പറഞ്ഞാലും പൈസ മാറി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അവരെ വിളിച്ച്, ചേച്ചി പൈസ ആയിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞു ഞാൻ വരാൻ തുടങ്ങാം, നിങ്ങൾ വരണ്ട, പൈസ ഇട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞു. അവർ ആ പറഞ്ഞ പൈസ ആ സമയം നമുക്ക് 11 മണി സമയത്ത് കിട്ടി. നമ്മളത് ഇട്ട് കൊടുത്തു. ആ ബാങ്കിനെ നിലനിർത്തുന്നത് കൃപാസന മാതാവാണ്. ഞങ്ങളെ എല്ലാവരെയും ഞങ്ങൾക്കൊക്കെ ഒത്തിരി ടെൻഷനായിരുന്നു. ഇവിടെ ആരെങ്കിലും കോപ്പറേറ്റീവ് ബാങ്ക് ജോലിയുള്ളവരുണ്ടെങ്കിൽ അവർക്കും അവരുടെ ഫാമിലിക്കും അറിയാം അവരനുഭവിക്കുന്ന വിഷമങ്ങൾ. പക്ഷേ അതിലെല്ലാം നമ്മുടെ കൃപാസന മാതാവിനെ മുറുകെ പിടിച്ചു പോയാൽ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. മാതാവ് നമ്മുടെ കൂടെയുണ്ട്. ഞാനിവിടെ ഓരോ ദിവസം ആഴ്ചയും ഞാനിവിടെ വരുമായിരുന്നു. വെളുപ്പിനെ ഇവിടെ വന്നിട്ട് ആൾക്കാർക്ക് പൈസ കൊടുക്കാനുള്ളവരുടെ ഒരു ലിസ്റ്റും അത് ലോൺ അടയ്ക്കാനുള്ളവരുടെ ലിസ്റ്റും ഒക്കെ എഴുതി ഞാൻ ഈ അൾത്താര ഇവിടെ ഞാൻ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കും, എൻ്റെ മാതാവേ നടത്തിക്കോണം. വേറൊന്നും എനിക്ക് പറയാനില്ല, മാതാവ് നടത്തിക്കോണം. അത് എല്ലാവർക്കും പൈസ കൊടുത്തൊന്നുമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ആൾക്കാരുടെ മനസ്സിനെ ക്രമീകരിച്ച് ആൾക്കാർക്ക് വേറെ വഴികളിൽ കൂടെ പൈസ കിട്ടിയും നമ്മൾ കുറച്ച് കൊടുത്തൊക്കെ ബാങ്കിന് വളരെ ഭംഗിയായിട്ട് ഇപ്പം മാതാവ് കൊണ്ടുപോകുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ഇവിടുന്ന് മേടിച്ചുകൊണ്ടെന്ന് പത്രം എല്ലാം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് നല്ലതായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട് പത്രമൊക്കെ. പിന്നെ കാരുണ്യ പ്രവർത്തികൾ മെഡിക്കൽ കോളേജുകളിൽ ഫുഡ് കൊടുക്കും. പിന്നെ അനാഥാലയം സന്ദർശിക്കും. എല്ലാവരും പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. വളരെ ഒരു സന്തോഷമുള്ള നമുക്ക് അത് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ജീവിക്കണം. അപ്പോൾ അറിയാം നമ്മൾ ആരാണ്, നമ്മൾ എങ്ങനെയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഒരു സ്വർഗം കാണും നമ്മൾ ഉടമ്പടിയിൽ ജീവിച്ചാൽ. തിരുക്കുമാരനും അമ്മ